ഫ്രണ്ട്സ്, ഒരു രക്ഷയില്ല കേട്ടോ. കിടുക്കാച്ചി സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതന്നെ. എന്താ മുന സ്ഥലം, ഞാൻ ഒന്ന് നോക്കട്ടെ ഒന്ന് ഇവിടെ നിർത്തിയിട്ട്. ഇത് ആയഞ്ചേരി തറോപ്പയിൽ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെയാണ് ഞാനുള്ളത്. ഹലോ ഫ്രണ്ട്സ്, പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ സുന്ദരമായൊരു സ്ഥലത്താണുള്ളത് കേട്ടാ. ഇത്രയും മനോഹരമായൊരു സ്ഥലം എനിക്ക് തോന്നുന്നു വേറെ എവിടെയും കാണൂലെന്ന്. അത്രയും മനോഹരമാണ്. ഇവിടെ ഒരുപാട് ആമ്പലും അതുപോലെ താമരയൊക്കെ വിരിഞ്ഞ് നിൽപ്പുണ്ട് ഈ ഒരു ഭാഗത്ത്. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങേപ്പുറം ഇതാ ഈ ഒരു ഭാഗത്തും അത് തന്നെ. പിന്നെ അങ്ങ് കുറേ മലകളൊക്കെ കാണുന്നില്ല നിങ്ങൾ? എന്താ വ്യൂ ഇതിൽ കാണുന്നുണ്ടോയെന്നറിയില്ല. അങ്ങ് ഞാൻ പറഞ്ഞില്ലേ നല്ല മലനിരകളൊക്കെ ഉണ്ടെന്ന്. എന്താ ഭംഗി! ആഹാ, ഇത് കണ്ടോ നിങ്ങൾ? ആ പൂക്കളുണ്ടായി നോക്ക്, നിരന്നിട്ട് മനോഹരം. ശരിക്കും ഒരു കാശ്മീരിലൊക്കെ പോയ പോലെ ഉണ്ട്. ഓ, കാശ്മീർ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. എന്താണെന്നല്ലേ, അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം, ഞാനാണെങ്കിൽ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു, ചിറാപുഞ്ചി മഴയത്ത് എന്നുള്ളൊരു വീഡിയോ. അപ്പോൾ അതിൽ പിന്നെ അത് മറ്റൊരാളുടെ സോങ് ആയിരുന്നു, അത് എടുത്തിട്ടാണ് ചെയ്തത്. പക്ഷേ ഇനി എൻ്റെ സ്വന്തം ഒരു പാട്ട് വരാൻ പോവുകയാണ്. ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ മ്യൂസിക് കൊടുക്കുന്ന ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ, കാശ്മീരിൻ പൂമുത്തേ ആയിഷ മുക്താവേ, നിന്നെ ഞാൻ കാത്തിരുന്നു, ആ താഴ്വരയിൽ നിന്നെ ഞാൻ ഓർത്തിരുന്നു. കാശ്മീരിൻ പൂമുത്തേ ആയിഷ മുക്താവേ, നിന്നെ ഞാൻ കാത്തിരുന്നു, ആ താഴ്വരയിൽ നിന്നെ ഞാൻ ഓർത്തിരുന്നു. നമ്മൾ ചിലവിട്ട ക്യാമ്പസ് ലൈഫും എന്നൊക്കെ തുടങ്ങുന്ന വരികളാണ്. എന്തായാലും തീർച്ചയായിട്ടും അതിപ്പോൾ അടുത്ത് തന്നെ വരും. അപ്പോൾ എന്തായാലും ഒന്ന് പ്രതീക്ഷയോടെ നിൽക്കുക. നിങ്ങൾക്ക് ഈ ഒരു പാട്ടിൻ്റെ വരികൾ ഇഷ്ടമായിട്ടുണ്ട്, തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ മുന്നേ ഒരുപാട് മുൻപ് ഞാനിവിടെ ഒരാളുണ്ടായിരുന്നു, കൊമ്പൻ എന്ന് പറയുന്നൊരു തോണി ഉണ്ടായിരുന്നു ഇവിടെ. അതിപ്പോൾ ഉണ്ടോയെന്നറിയില്ല, ഇവിടെ നോക്കട്ടെ. ഇവിടെ തന്നെ സൈഡാക്കൽ കൊമ്പൻ ഇല്ല, ഇപ്പം ഇവിടെ ഇല്ല. അപ്പോൾ ആ കൊമ്പൻ എന്ന് പറയുന്ന തോണിയിൽ ഞാൻ ഇവിടെ നിന്ന് ഒരുപാട് അങ്ങ് വരെ സഞ്ചരിച്ചിരുന്നു കേട്ടോ. അതിൽ പൈസ കൊടുത്തിട്ട് പോകുന്ന ഒരു പരിപാടിയായിരുന്നു. പിന്നെ അതുപോലെ ഞാൻ രചന ചെയ്യാൻ നിർവഹിച്ച മറ്റൊരു പാട്ടാണ്, നിൻമിഴികളിൽ കാണും തിളക്കമെന്താണ്, നിൻമൊഴികളിൽ കേൾക്കും വാക്കുകൾ എന്താണ്, അകതാരിൽ ഇഷ്ക് ചൊരിഞ്ഞവനാരാണ്, ചൊല്ലുമോ ചൊല്ലാമോ എൻ പെണ്ണാളെ. അപ്പോൾ ഞാൻ ഈ രചന നടത്തിയ പാട്ടുകളൊക്കെ ഈ അടുത്ത കാലത്ത് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അപ്പോൾ എനിക്ക് അജിത്ത് എന്ന് പറയുന്നൊരു കൂട്ടുകാരനെ കാണും ഇവിടെ. അപ്പം അങ്ങോട്ട് പോകാം. ഞാൻ നമ്മുടെ സ്നേഹിതൻ അജിത് കുമാർ. പഴയ ദോസ്താണ്. അതെ, തീർച്ചയായിട്ടും. എത്രയോ കാലല്ലേ. ആയഞ്ചേരി മാത്രമല്ല, വില്യാപ്പള്ളിയിലാണ് തുടക്കം. അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ടേക്കായി. ഇത് കുറഞ്ഞതാറ്റാ. ഇവിടുന്ന് എല്ലാം ഉണ്ടാക്കി ലാസ്റ്റ് ബാങ്ക് ബാലൻസ് എന്തായിന്ന് അറിയില്ല. ഈ ഒരു രീതിയിലാണല്ലോ. ഒന്നുണ്ട്, എല്ലാം പറയണ്ട. ദൈവമുണ്ട് മുകളില്, ഒന്നും ബാലൻസ് അറിയാതെ. ഓക്കെ, താങ്ക് യു. വീണ്ടും കണ്ടതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.